ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ചയോടെ പ്രഖ്യാപിക്കാൻ നീക്കം. ആർഎസുമായി ചർച്ച നടത്തിയ ശേഷം പ്രഖ്യാപിക്കാനാണ് കോർ കമ്മിറ്റിയിലെടുത്ത തീരുമാനം. ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാടും കായംകുളത്തുമുണ്ട്. വട്ടിയൂർക്കാവിലെ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ബിജെപി ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെയാണ് വളരെ പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി യോഗം ചേരുകയും അതിൽ പ്രഭാരിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്ത് 30ഓളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക പട്ടിക അത് അടുത്ത ആഴ്ചയോടുകൂടി പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തുവരുന്നത്. ഇതിൽ എ ക്ലാസ് മണ്ഡലങ്ങൾ തന്നെയാണ്. 30 എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളോട് സജീവമാകാൻ നിർദ്ദേശിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നമുക്കറിയാം, വട്ടിയൂർക്കാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും ബിജെപിക്ക് 1ാം സ്ഥാനത്ത് വോട്ടർ എണ്ണത്തിൽ വന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിരവധി സ്ഥാനാർത്ഥികൾ കണ്ടുവെക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് ബിജെപി മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനെ 2 മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കായംകുളമാണ്. ശോഭാ സുരേന്ദ്രനും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് മത്സരിക്കാനാണ് കൂടുതലായി താല്പര്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് BDJS സീറ്റാണ്. BDJS സീറ്റ് വിട്ടുകൊടുത്താൽ ഇതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. BDJS സീറ്റ് വിട്ടുകൊടുത്താൽ കായംകുളത്ത് ശോഭ മത്സരിക്കും എന്ന് കരുതപ്പെടുന്നു. മറ്റൊരു സീറ്റായി ശോഭയ്ക്കായി പരിഗണിക്കുന്നത് പാലക്കാടാണ്. കായംകുളം നടന്നില്ലെങ്കിൽ പാലക്കാടും ശോഭയ്ക്ക് താല്പര്യമുള്ള മണ്ഡലമാണ്. അങ്ങനെ പാലക്കാട്ടും കായംകുളത്തും ശോഭയുടെ പേരുൾപ്പെടുത്തിയാണ് ഇപ്പോൾ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് മണ്ഡലത്തിൽ അഥവാ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചില്ല എങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് 2ാമതായി പരിഗണനയിലുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. നേമം മണ്ഡലത്തിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും സർപ്രൈസുകളൊന്നുമില്ല. നേമത്ത് നേരത്തെ പറഞ്ഞ പേര് തന്നെ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജോലി തുടങ്ങിയതാണ്. വി മുരളീധരന്റെ പേരാണ്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് ഉണ്ടാകും. ഒപ്പം ചെങ്ങന്നൂരിൽ ബിജെപിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, ആലപ്പുഴ സൗത്ത് പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ഉറപ്പായും മത്സരിക്കും. സുരേന്ദ്രൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സുരേന്ദ്രൻ ഇപ്പോൾ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ആറന്മുളയിലും ഒപ്പം ആറന്മുളയിൽ കുമ്മനം രാജശേഖരന്റെ പേരാണ് സജീവമായി ഉള്ളത്. കുമ്മനം തന്നെ മത്സരിക്കും. മറ്റു പേരുകളൊന്നും ആറന്മുളയിൽ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പാലയിൽ ഷോൺ ജോർജ് ബിജെപിയിലേക്ക് അടുത്ത സമയത്ത് വന്ന PC ജോർജിന്റെ മകൻ കൂടിയായ ഷോൺ ജോർജ് മത്സരിക്കും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അനൂപിന്റെ പേര് മാറ്റമുണ്ടാകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. MT രമേശിന്റെ പേര് തൃശ്ശൂരിലും കോഴിക്കോടിലും ലിസ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ജേക്കബ് തോമസ് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം വീടെടുത്ത് അവിടെ താമസമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇരിങ്ങാലക്കുടയിലേക്ക് ജേക്കബ് തോമസ് മാറിയാൽ ഒരുപക്ഷെ തൃശ്ശൂരിലേക്ക് MT രമേശ് വരും. ഇല്ലെങ്കിൽ MT രമേശിന് സാധ്യതയുള്ളത് കോഴിക്കോടാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത്രയും പേരുകളാണ് ഇതിനകം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും. അതിനു മുൻപ് RSS നേതൃത്വവുമായി ഒരു കൂടിയാലോചനയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് കോർ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. RSSന്റെ കൂടി പരിഗണന വെച്ചാകും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ഇതിലേതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേരിൽ RSSന് അതൃപ്തി ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായി മാറുന്ന പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന് BDJS ആണ്. 30 സീറ്റുകൾ BDJS ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 2020 6 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എറണാകുളത്ത് കൂടുതൽ സീറ്റുകൾ 2020 കൊടുക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. സമീപത്തെ ചില ജില്ലകളിലും ഒരുപക്ഷെ അവർക്ക് സീറ്റുകൾ നൽകിയേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതനുസരിച്ചുള്ള തീരുമാനം അടുത്ത ആഴ്ചയോടെ ഉണ്ടാകും. അതിനു മുൻപ് തന്നെ BJPയുടെ പ്രാഥമിക പട്ടിക അത് പുറത്തുവിടാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.